നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. വെള്ളിയാഴ്ചയോടുകൂടി തീവ്രതയിലേക്ക് മാറാൻ സാധ്യത എന്ന റിപ്പോർട്ട് വരുന്നു. അതായത് നാളെ വൈകുന്നേരം മുതൽ വീണ്ടും സംസ്ഥാനത്ത് മഴയുടെ ഗതി മാറി അതിശക്തമായ മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. കേരളത്തിൽ മഴ ഭീഷണി ഇല്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മൺസൂൺ പിന്മാറ്റം പതിവിനേക്കാൾ വൈകുമെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. നമുക്ക് വിശദമായി തന്നെ ഈ വാർത്തയിലേക്ക് കടക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദം വെള്ളിയാഴ്ചയോടുകൂടി തീവ്രതയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിസ്റ്റം ആന്ധ്ര, ഒഡീഷ അതുപോലെ തന്നെ തീരത്തേക്കാണ് നീങ്ങുന്നത്. അതായത് ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഈ ആന്ധ്രാപ്രദേശിലേക്കും ഒഡീഷ തീരത്തിലേക്കുമാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമാകുന്നു. കേരളത്തിന് നിലവിൽ അപകട ഭീഷണി ഇല്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ടിടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത നിലവിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നത്. ഈ വർഷം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിന്മാറ്റം പതിവിനേക്കാൾ വൈകിയാകുമെന്നൊരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് പതിവ് ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ മടങ്ങുമെങ്കിലും ഇപ്പോഴത് 15 ദിവസമായി കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഒക്ടോബർ ആദ്യ ആഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുമെന്നാണ് പ്രവചനം. കിഴക്കൻ, വടക്കുകിഴക്കൻ, മധ്യ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒക്ടോബർ 9 മാത്രമേ മൺസൂൺ പൂർണ്ണമായി പിന്മാറുള്ളൂ. ആ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഈ മൃത്യുഞ്ജയ് മൊഹബത്ര ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും ഗുജറാത്തിലെ ചില ഭാഗങ്ങളിൽ നിന്നും രാജസ്ഥാൻ മുഴുവനായും മൺസൂൺ പിന്മാറിക്കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ മധ്യ ഇന്ത്യ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലായിരിക്കും മൺസൂൺ ഉണ്ടാവുക എന്നാണ് വ്യക്തമാകുന്നത്. അത് മാത്രമല്ല, മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട്, അതായത് ഇപ്പോൾ നമുക്കറിയാം ശക്തമായ മഴ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ കുറവായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അതായത് മൺസൂൺ നേരത്തെ എത്തിയെങ്കിലും മഴ കുറഞ്ഞു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 13% മഴയുടെ കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുകയാണ്. എന്നാൽ വളരെ ശക്തമായ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ തന്നെ വലിയ ദിവസങ്ങളിൽ ഒരുപാട് ദിവസം നീണ്ടുനിന്നതിൽ പോലും ഒരുപാട് ഇടങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ 13% മഴയുടെ കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. സാധാരണയേക്കാൾ 8 ദിവസം മുൻപേ മൺസൂൺ ആരംഭിച്ചെങ്കിൽ പോലും മഴ 13% കുറഞ്ഞിട്ടുണ്ടെന്നാണ് കണക്ക്. സെപ്റ്റംബർ മാസങ്ങളിലും മഴ കുറഞ്ഞെന്നും IMD ഡയറക്ടർ നിതാ കെ ഗോപാൽ പറയുകയാണ്. പതിവിലും നേരത്തെ മെയ് 24 കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആരംഭിച്ചിരുന്നു. 2009 മെയ് 23 മുൻപ് സമാന രീതിയിൽ മൺസൂൺ തുടക്കം കുറിച്ചത്. നേരത്തെ മൺസൂൺ തുടങ്ങിയിട്ടും ജൂൺ 1 മുതൽ സെപ്റ്റംബർ 30 വരെ കേരളത്തിലും മാഹിയിലും ലഭിക്കേണ്ടിയിരുന്ന മഴയിൽ 13% കുറവ് ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ മാത്രമല്ല ലക്ഷദ്വീപിൽ ലഭിക്കേണ്ടിയിരുന്ന മഴയിലും 17% ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നും ഡയറക്ടർ വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ 14 ജില്ലകളിൽ 11 ജില്ലകളിൽ സാധാരണ മഴ ലഭിച്ചപ്പോൾ ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലയിൽ ലഭിക്കേണ്ടിയിരുന്നതിനേക്കാളും കുറവാണ് മഴയാണ് ലഭിച്ചത്. ഈ സീസൺ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മഴ ജൂൺ 26 തൃശൂരിൽ ലോവർ ഷോളയാറിലാണ് ഉണ്ടായിരുന്നത്. 24 സെന്റിമീറ്റർ മഴയാണ് അന്ന് ലഭിച്ചത്. ജൂണിലും ജൂലൈയിലും നല്ല മഴ ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റിലും സെപ്റ്റംബറിലും മഴ കുറവായിരുന്നു. എന്നാൽ വേനൽ മഴ നന്നായി ലഭിച്ചതിനാലും തുലാമഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാലും വേനൽക്കാലത്ത് ജലക്ഷാമം ഉണ്ടാവില്ല എന്ന ആശ്വാസ വാർത്ത കൂടി വരുന്നുണ്ട്. അതിതീവ്ര മഴയുടെ എണ്ണം കുറവായതിനാൽ തന്നെ അപകടം ഒഴിവായിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നു. ന്യൂനമർദ്ദ പാത്തി കുറവായതിനാൽ തന്നെ സുരക്ഷിതമായ മൺസൂണിലേക്ക് ഇവ നമ്മളെ നയിക്കുകയും ചെയ്തു. കേരളത്തെ സ്വാധീനിക്കുന്ന ന്യൂനമർദ്ദവും കുറവായിരുന്നു. ഈ കാലവർഷത്തിൽ കൂടുതൽ മഴ ലഭിച്ചതിന് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ഒട്ടും മഴ ലഭിക്കാത്ത കാലാവസ്ഥയുണ്ടായിരുന്നു. കാലവർഷത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വരും കാലങ്ങളിൽ ഡാറ്റകൾ ശേഖരിച്ചാലേ നിഗമനങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ എന്നും IMD ഡയറക്ടർ പറയുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് മഴ കുറയുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് തന്നെയാണ്.